2 ദിവസമായിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അരി ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇന്നലെ കാലത്ത് എണീറ്റ് വരുമ്പോൾ തന്നെ അമ്മ അരി വറുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ അതിൽ അണ്ടിപ്പരിപ്പും വറുത്ത് പൊടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ പൊടിച്ച് വെക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അമ്മയ്ക്ക് ശർക്കര ഇല്ലയെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ അമ്മ പിന്നെ അതങ്ങനെ അടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്തത്. ശർക്കര ഇല്ലാത്ത കാരണം പിന്നെ അമ്മ അതങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് ബാക്കി ശർക്കര വാങ്ങിക്കൊടുന്നതിൻ്റെ ശേഷം ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കാലത്ത് തേങ്ങയൊക്കെ അതിൽ അരച്ച് ചേർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരച്ച് ചേർത്തിട്ടല്ല, ചിരകിയിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ കാര്യം വിട്ടുപോയി. പിന്നെ വൈകുന്നേരമാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ അത് നാശമായിട്ടുണ്ടാവും. കാരണം തേങ്ങയൊക്കെ ചേർത്ത് വെച്ചതല്ലേ, ഈ ചൂടത്ത് ഇരുന്നിട്ട് അങ്ങനെ കറികളൊക്കെ നാശമാവാറുണ്ട്. അപ്പോൾ അതേപോലെ നാശമായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ നാശമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ നമ്മുടെ കടയിൽ പോയിട്ട് ശർക്കരയൊക്കെ എടുത്തു കൊടുത്തിട്ട് അതിലേക്ക് ഉരുക്കി ഒഴിച്ചിട്ട് ഉണ്ടയാക്കി വെക്കുകയാണ്. ഇത് ഞാൻ ഇന്നലെ വൈകിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഇന്ന് കാലത്ത് എൻ്റെ അടിച്ചു വരലും വൃത്തിയാക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ റൂമിലേക്ക് വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കാൻ നോക്കുകയാണ് കേട്ടോ. ഈ ബെഡിൽ എങ്ങനെയാണാവോ പൊടി വരുന്നത്? ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് കിടക്കുന്നത്. പക്ഷേ ബെഡിൻ്റെ അടിയിലും ഇതുപോലെ ബെഡിൻ്റെ മേലെ ഇങ്ങനെ ചെറുതായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ തട്ടി മാറ്റിയായിരുന്നു. എന്നിട്ട് ഞാൻ വേറെ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ്. അപ്പോഴേക്കും സിഎമ്മോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം അവിടെ ഇരുന്നിട്ട് ടി വി കാണാണ്. ഇപ്പോൾ രാവിലെ എണീറ്റ് വന്ന് ഭക്ഷണം കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ ഈ ടി വിയുടെ മുന്നിൽ തന്നെ വേറെ ഒരു പണിയില്ല. പിന്നെ പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ കളിക്കാനും പറ്റില്ലല്ലോ, ചൂടല്ലേ. കുറച്ച് നേരമൊക്കെ ടി വി കണ്ടിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ പിന്നെ ഞാൻ ഓഫ് ചെയ്യാൻ പറയും കേട്ടോ. ഫുൾ ടൈം ടി വി കാണാൻ ഞാൻ സമ്മതിക്കാറില്ല. സിഎമ്മോൾക്ക് പിന്നെ ടി വി വെച്ചാലും ഇല്ല വെച്ചെങ്കിലും അവൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ കണ്ടുവന്നിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ പിന്നാലെ തന്നെ നടക്കൂട്ടാ. ഞാൻ എന്നിട്ട് ആര്യൻ്റെ അടുത്ത് സിഎമ്മോളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പറയുക. ആര്യൻ ടി വിയുടെ മുന്നിൽ ഇരുന്നിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ വേറൊരു ലോകവും ഇല്ല. ഇവിടെ അടുത്ത് ഇങ്ങനെ വല്ലതും പഠിപ്പിക്കുന്നുണ്ട് വെച്ചെങ്കിൽ ഇങ്ങനെ കൊണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. വല്ല ബാഡ്മിൻ്റനോ ഫുട്ബോളോ അങ്ങനെ എന്തെങ്കിലും കളിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് വെച്ചെങ്കിൽ നല്ലതല്ലേ, അവർക്ക് കുറച്ച് ശരീരമൊക്കെ ഇളകി കളിക്കാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇവിടെ അടുത്തൊന്നുമില്ല. പിന്നെ ദൂരേക്കാവുമ്പോഴേക്ക് കൊണ്ടുവരാനും ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ എന്താ വേണ്ടതെന്ന് ആലോചിക്കുകയാണ് കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ മാറ്റിയതിന് ശേഷം പിന്നെ മേശയും അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് സൈഡിലേക്ക് ആക്കി വെക്കുകയാണ്. ആകെ മേശയമ്മ പറന്ന് എടുക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ കുട പുറത്ത് പോകുമ്പോൾ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ കുട ഞാൻ കിട്ടണോടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുടി കെട്ടി വെക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഞാൻ അതൊക്കെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പിന്നെ ഇപ്പോൾ മെയിനായിട്ട് ഈ സൺസ്ക്രീനൊക്കെ എടുത്ത് തേക്കലാണ് കേട്ടോ പരിപാടി. വീട്ടിൽ നിൽക്കുകയാണെന്ന് വെച്ചെങ്കിലും പുറത്തേക്ക് പോകുകയാണെന്ന് വെച്ചെങ്കിലും ഞാൻ തേക്കാറുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും അമ്മയുടെ കടയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ സൺസ്ക്രീനൊക്കെ നല്ല എടുത്ത് തേക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെന്ന് വെച്ചെങ്കിൽ 2 കൈമേലും ഇങ്ങനെ സൺബേൺ ചെറുതായിട്ട് ഏറ്റിട്ടുണ്ട്. ഞാനത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് സൺബേൺ ആണെന്ന്. അപ്പോൾ ഞാനിപ്പോൾ സൺസ്ക്രീനൊക്കെ നന്നായിട്ട് തേക്കും കേട്ടോ. 2 കൈമലും ഞാൻ തേക്കുന്നുണ്ട്. പിന്നെ മുഖത്തും ഞാൻ തേക്കും നന്നായിട്ട്, കൈമലും ഞാൻ തേക്കും. ഈ സൺസ്ക്രീൻ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഡെർമാഡോക്കിൻ്റെ പർപ്പിൾ ടിൻറ്റഡ് സൺസ്ക്രീന്. പക്ഷെ എനിക്കത് അത്ര മുഖത്തൊക്കെ തേക്കുമ്പോൾ അത്രയ്ക്കണ്ട് സ്യൂട്ടാവുന്നില്ല, എനിക്ക് സ്യൂട്ടാവുന്നില്ല. അപ്പോൾ ഞാൻ അത് തേക്കാറില്ല കേട്ടോ. ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കാറ് ഡോട്ടൻകിയുടെ അത് തന്നെയാണ് ഞാൻ മുഖത്തൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ കയ്യുമ്മയൊക്കെയാണ് കേട്ടോ തേക്കുന്നത്. കൈമലാണെങ്കിലും മുഖത്താണ് വെച്ചെങ്കിലും ഞാൻ സൺസ്ക്രീൻ നല്ല മാരി പൊത്തുന്നുണ്ട് കേട്ടോ. ഇനി സൺബേൺ എങ്ങാനും ഏറ്റിട്ടുണ്ട് വെച്ചെങ്കിൽ പിന്നെ എനിക്ക് ചൊറിഞ്ഞ് നടക്കാൻ വയ്യ. ഭയങ്കര ചൊറിച്ചിലായിരുന്നു കൈമലൊക്കെ. ഇപ്പം അത് മാറിയിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അയാളൊരു 100 രൂപയും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൈസ കിട്ടിയപ്പോഴേക്കും സിഎമ്മോളും അത് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നിരിക്കുക കേട്ടോ. ഈ ഇടയ്ക്കുള്ളത് ചോറിട്ടെ ചോറിട്ടിട്ട് പോവാട്ടാ. ഞാൻ 5 രൂപയ്ക്ക് എന്തെങ്കിലും അപ്പൊ അച്ഛമ്മല്ലേ ബാക്കി 40 എത്ര പൈസ ഇല്ലേ? ആ പൈസ ഞാൻ പറഞ്ഞ പൈസ അതിൽ കിട്ടോട്ടാ. ബാക്കി 45 രൂപ ഉണ്ടാവും. ആ പൈസ അച്ഛമ്മ അമ്മങ്ങൾ ആരും പറയണ കേൾക്കുന്നുണ്ടാ? മറുപടി കൊടുത്തോളാം. ഓന് വിഷ്കായ നീട്ടം കിട്ടിയ പൈസ അല്ലേ, അത് നിങ്ങളുടെ അടുത്തല്ലേ? അപ്പൊ ആ സേവിങ്സിലേക്ക് ഈ 45 രൂപ വെക്കാന്
ബാക്കി ഞാൻ 5 രൂപയ്ക്ക് കിട്ടും. ഇത് ഇത്രയും താഴെ നിക്കണല്ലേ? ഓ, ഇത് വളരെ ഉപകാരമായല്ലോ. അപ്പൊ അത് കൂടെ ഒക്കെ നടക്കുമ്പോ പേടിയാണ്. ഏതാ പാകമായത് ഇട്ടാ മതി ഇട്ടോ. അവിടെ നിന്ന് ഡേറ്റ് കൊണ്ടുപോയത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ചേട്ടൻ അവരോട് പറയാം. ആ ഇട്ടോ, ഏതാ ചിട്ടോളൂ, എനിക്കറിയില്ലല്ലോ. ആ ആ അറിയൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞത് ഇടുന്ന ആ അതുമത്തെ ചക്ക ആയിട്ടുണ്ടോ? എന്താണ് ഇങ്ങനെയൊക്കെ കൊത്തുന്നത് വെച്ചിട്ട്? ഞാൻ വരുന്നില്ല, പണി തെറ്റിക്കുക. എങ്ങനെയാ അത് എടുക്കുക? അവിടെ പിടിച്ച കറ ഒറ്റ വീഴ.